നമ്മൾ ലാസ്റ്റ് ഡേ ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രമായിരുന്നു കോർപ്പറേറ്റ് ലോയുടെ ചെയ്തത്. സോ വി ഹാവ് സീൻ വാട്ട് ആസ് എ കമ്പനി, ദെൻ വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. വി വർ ഡിസ്കസിങ് വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. So the first characteristic that we have discussed is a separate legal entity. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റാണ് നമ്മൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിച്ചത് അല്ലേ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പനിയും അതുപോലെ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ദേ ആർ ഡിഫറെൻറ്റ്. സോ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ കമ്പനി ഈസ് ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റി. സോ ദ liability of a company will remain with the company and the liability of the person, that is the promoter, will be only his responsibility. അങ്ങനെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. അതിനൊരു കേസ് നമ്മൾ പറഞ്ഞു, സലമൺ വേഴ്സസ് സലമൺ കമ്പനി ലിമിറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പറഞ്ഞു. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊന്നെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ടോ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടോ ആയിരിക്കും ഇതിൻ്റെ കടങ്ങൾക്ക് ലയബിൾ ആവുന്നത്. അതിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഷെയർസ് അൺപെയ്ഡ് ആയി കിടപ്പുണ്ടോ അതിനെ ബേസും, അതേപോലെ ലിമിറ്റഡ് ലയബിലിറ്റി ബേസ്ഡ് ഓൺ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈൻഡിങ് അപ്പിന് ഇത്രയും പേഴ്സൺ എമൗണ്ടിനാണ് നമ്മൾ ലയബിൾ എന്ന് ഉറപ്പിച്ച് നമ്മളൊരു ഗ്യാരണ്ടി വെക്കുന്ന ആ എമൗണ്ടിന് മാത്രമേ നമ്മൾ ലയബിൾ ആയിരിക്കുള്ളൂ. അതായിരുന്നു ലിമിറ്റഡ് ലയബിലിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ ഓൺവേർഡ്സ് വി ആർ ഡിസ്കസിങ് ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സും കൂടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് ദ ഫസ്റ്റ് വൺ ഇസ് പെർപെച്വൽ സക്സഷൻ. So, what is meant by perpetual succession? That is, a company never dies. It is not in a manner affected by insolvency, mental disorder or health or death or any of its members. നമ്മളുടെ കമ്പനിയുടെ മെമ്പേഴ്സ് ലൈക്ക് ദ ക്രെഡിറ്റേഴ്സ്, ദ പ്രൊമോട്ടേഴ്സ്, അവരുടെ ഒന്നും മരണം കൊണ്ടോ അവരുടെ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടായാലോ അവർ ഇൻസോൾവെൻ്റ് ആയാലോ വെച്ചാൽ പാപ്പരസി കാണിച്ചാലോ ഒന്നും കമ്പനി എൻഡ് ചെയ്യുന്നില്ല. കമ്പനി കണ്ടിന്യൂസ് ഇറ്റ്സ് ലൈഫ് ഈവൻ ഓൺ ദ ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓർ മെൻ്റൽ ഡിസോർഡർ ഓഫ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ്. So it continue to exist even if all the members are dead. A company is created by the process of law and can be put to an end only by the process of law. കമ്പനി ആക്ടിന് അനുസരിച്ചാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ആക്ടിന് കമ്പനി ഡിസ്ക്ലോഷർ വൈൻഡിങ് അപ്പ് കൊടുത്താൽ മാത്രമായിരിക്കും കമ്പനി ഡെത്ത് അല്ലെങ്കിൽ കമ്പനി ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ പെർപെച്വൽ സക്സഷൻ. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഇങ്ങനെ കമ്പനി പാസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പെർപെച്വൽ സക്സഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് എ കോമൺ സീൽ. So, as a company is an artificial person, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് കനോട്ട് സൈൻ ഇറ്റ്സ് നെയിം ഓൺ എ കോൺട്രാക്ട്. അതുകൊണ്ട് കമ്പനിക്ക് അതിൻ്റെ പേരിൽ സൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ വെൻ എ കമ്പനി എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് ത്രൂ ഇറ്റ്സ് ഏജൻറ്റ്സ്, it is authenticated and made binding to the company on the company by affixing the common seal of the company. കോമൺ സീൽ ഉണ്ട് ഓരോ കമ്പനിക്കും. അതിനെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാമ്പ് വെച്ചായിരിക്കും ആ കമ്പനി പിന്നെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. And the common seal has the name of the company engraved on it. It also implies that if common seal is not affixed, the contract will not become ബൈൻഡിങ് ഓൺ ദ കമ്പനി. കോമൺ സീൽ ഇടാത്ത എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ കോൺട്രാക്റ്റ് എങ്കിൽ ആ കമ്പനിക്ക് ഒരു ന്യായവും അതിനകത്ത് പറയാനുണ്ടാകത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ കോമൺ സീൽ. ഇപ്പോൾ കോമൺ സീൽ എന്ന് വെച്ചാൽ ആസ് എ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് അവർ സൈൻ ചെയ്യാത്തിടത്തോളം കാലം, സൈൻ ചെയ്തില്ലെങ്കിൽ കോൺട്രാക്റ്റിൽ കയറിയിട്ടില്ല എന്നതാണ്. കമ്പനിക്ക് എന്തെങ്കിലും സൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൈൻ എന്ന കൺസെപ്റ്റാണ് കോമൺ സീലും ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. Transferability of shares. That means, unlike a partnership firm or any other association, the shares of a company are freely transferable and can be bought or sold in the share market. ഏതൊരു കമ്പനി, ഏതൊരു ലിസ്റ്റഡ് കമ്പനീസിനെ പോലെ തന്നെ നമ്മളുടെ കമ്പനി, നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യാൻ കമ്പനിയെങ്കിൽ അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷെയർസ് ആൾക്കാരിലേക്ക് കൊടുക്കാനും അവരിൽ നിന്ന് അതിനുള്ള ഫണ്ട് വാങ്ങാനും ഉള്ള റൈറ്റ് നമുക്കുണ്ട്. ദാറ്റ് ഈസ് വി ക്യാൻ ട്രാൻസ്ഫർ ദ ഷെയർസ് ഓഫ് ദ കമ്പനി ടു അതർ പേഴ്സൺസ്. So, the articles of the company may prescribe the manner. ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കമ്പനിക്ക്. അതിൽ ആർട്ടിക്കിൾസിലാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷെയർസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കാം. ആൻഡ് ഇൻ നോ കേസ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ് കുഡ് ബി അബ്സല്യൂട്ട്ലി പ്രിവെൻറ്റഡ്.
ബട്ട് റീസണബിൾ റെസ്ട്രിക്ഷൻ വുഡ് ബി ഇമ്പോസ്. പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് എല്ലാം നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ദ ആർട്ടിക്കിൾ ഷുഡ് ക്യാരി റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ദ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ദ ഷെയർസ്. പബ്ലിക് കമ്പനീസ് ആകുമ്പോൾ മാത്രമാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പോസിബിൾ. പ്രൈവറ്റ് കമ്പനീസിൽ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് സംവോട്ട് ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ സംവോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. നെക്സ്റ്റ് വൺ ഇസ് ദ സെപ്പറേറ്റ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ് ആൻഡ് ഇൻഡിവിജ്വൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നെല്ലാം പറഞ്ഞു. സോ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് എൻജോയിങ് ആൻഡ് ഓവിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അപ്പോൾ കമ്പനിയുടെ തന്നെ കുറച്ച് അസറ്റ്സ് വിൽക്കണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഡു ഇൻ ഇറ്റ്സ് ഓൺ നെയിം ബിക്കോസ് it is a separate property. Though the members contributes its capital, they are not the joint owners of the property of the company. കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഓണേഴ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ദ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. So in other words, the shareholders do not have any proprietary right over the property of the company. അതുകൊണ്ട് ഒരിക്കലും പ്രൊപ്രൈറ്റേഴ്സിനോ പ്രൊമോട്ടേഴ്സിനോ ഒന്നും കമ്പനിയുടെ ഒരു സാധനം പുറത്ത് വിൽക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ other characteristics called the separate property. So the property of the company will remain with the company as long as it is the shareholders do not have any right on the company. ഷെയർഹോൾഡേഴ്സിന് ഒരു രീതിയിലുള്ള റൈറ്റ് ഇല്ല. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക എന്നത് മാത്രമേ ഷെയർഹോൾഡേഴ്സിനും പ്രൊമോട്ടേഴ്സിനും മാനേജേഴ്സിനും ഒക്കെ ഡ്യൂട്ടി ഉള്ളൂ. they do not have the property the authority to sell the property of the company. That is a separate property. Next one is the capacity to sue and to be sued. കമ്പനിക്ക് അതിൻ്റെ പേരിൽ തന്നെ കേസ് കൊടുക്കാനും വേറൊരാൾക്ക് കമ്പനിയുടെ പേരിൽ കേസ് ഉണ്ടെങ്കിൽ കൊടുക്കാനും ഉള്ള റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള കേബിലിറ്റി. അതായത് സ്യൂ എന്ന് പറഞ്ഞാൽ ഫയൽ സ്യൂട്ട് ചെയ്യുക. നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കുന്നതിനാണ് സ്യൂ പറയുക. അപ്പം നമുക്ക് കേസും കൊടുക്കാം, നമ്മളുടെ പേരിലും കേസ് കൊടുക്കാം കമ്പനിക്ക്. ദെൻ ലാസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ബട്ട് ഇറ്റ് ഡസൻ ഹാവ് എ ബോഡി ഓഫ് സോൾ. നമ്മളൊരാളെ പോലെ ബോഡി ഓഫ് സോളൊന്നുമില്ല. അതുകൊണ്ട് അതിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് പറയുന്നത്. ലോയിലാണെങ്കിൽ അതിനെ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ആസ് ഫോർ മ്യൂച്വൽ റിലേഷനൊക്കെ വേണ്ടി നമ്മൾ ആരെയായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യുന്ന ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരായിരിക്കും ബാക്കി ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ബട്ട് കമ്പനി ഈസ് ഇറ്റ് സെൽഫ് എ ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. So these are the major characteristics of a company: separate legal entity, limited liability, perpetual succession, common scene, transferability of share, separate property, capacity to sue and to be sued, and artificial persons. So these are the characteristics. അപ്പോൾ നമ്മൾ കമ്പനി എന്താണെന്ന് കണ്ടു, കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. ഇനി നമ്മളുടെ കമ്പനീസ് ആക്ട് 1956 ആക്ട് 2013 അമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. So, Companies Act is a modern legislation because it addresses all the important demands and integrates all the possibility offered by the present world. So, some of the outstanding features of a new legislation, പുതിയ ലെജിസ്ലേഷൻ അനുസരിച്ചുള്ള കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മളുടെ കമ്പനിക്ക്. ബാക്കി പണ്ടത്തെ ലോസിനേക്കാളും ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ 1956 ആക്ടിൽ ഡീറ്റെയിൽ നോംസ് എല്ലായിരുന്നു. ഏതൊക്കെ ഡ്യൂട്ടീസ് എന്തെല്ലാം ചെയ്യണം എന്നതെല്ലാം ഫുള്ളി പ്രിസ്ക്രൈബ്ഡ് ആയിരുന്നു. And whereas in 2013 Act delegates the law making power to the executive. അപ്പോൾ ലോ മേക്ക് ചെയ്യാനുള്ള പവർ മുഴുവൻ എക്സിക്യൂട്ടീവ്സിലായിരുന്നു 2013 പറഞ്ഞിരിക്കുന്നത്. ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ആക്ട് എന്ന രീതിയിലാണ് നമുക്ക് മെൻഷൻഡ് ആയിട്ട് വരുന്നത്. അതേപോലെ ചെറിയൊരു മാറ്റം വന്നതാണ്. ഫോർ എക്സാമ്പിൾ, ദ 1956 Act says that the private company shall have a minimum capital of 1 lakh rupees as paid up capital. പ്രൈവറ്റ് കമ്പനിയിൽ പറഞ്ഞിരുന്ന നമ്മുടെ ഫസ്റ്റ് ആക്ടിൽ 1956 ആക്ടിൽ പറഞ്ഞിരുന്നത് പ്രൈവറ്റ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 1 lakh rupees എങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് വേണം. വെച്ചാൽ ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് അവിടെ ഫിക്സഡ് ആയിട്ട് കിടക്കേണ്ട 1 lakh rupees ആണെന്നാണ്. എന്നാൽ 2013 ആയപ്പോൾ അങ്ങനെ ഡെഫിനിഷൻ മാറ്റിയിട്ട് ഇങ്ങനെയാക്കി ഡെഫിനിഷൻ. പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിങ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓർ ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാക്കി. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തി ആസ് മേ ബി പ്രിസ്ക്രൈബിൾ അത് വരുന്നുള്ളൂ. 1 lakh എന്നുള്ള 1.5 ആക്കാം, 2 ആക്കാം, 2.5 ആക്കാം. ഇറ്റ് മേ ബി ആസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് എന്ന രീതിയിൽ. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ സം ഓഫ് ദി മോഡിഫിക്കേഷൻസ് മെയ്ഡ്. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയതിൽ ഒരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ 2013 ആക്ടിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം പവേഴ്സ് ആർക്കായിരിക്കും? എക്സ്ക്ലൂസീവ്ലി ഫോർ ദ എക്സിക്യൂട്ടീവ് എന്ന രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്.
ഇനി നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ആക്ട്സിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും. ഇതിപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ എങ്ങനെ 2013 അതുപോലെ 1956 നമ്മളൊരു വ്യത്യാസം വന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫീച്ചർ ഓഫ് ദ കമ്പനീസ് ആക്ട് ഓഫ് 2013 ഈസ് ഫ്ലെക്സിബിലിറ്റി. That is, as highlighted earlier, one of the important features of the new legislation is a greater flexibility. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം എക്സിക്യൂട്ടീവിന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് പുതിയ ആക്ട്. ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ് ദ ന്യൂ ആക്ട് ഗ്രാൻസ് റൂൾസ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ആസ് മെനി ഓഫ് ദ 416 ഏരിയാസ്. ഈ കമ്പനി ആക്ടിൽ പല രീതിയിലുള്ള ചാപ്റ്റേഴ്സും ഷെഡ്യൂൾസൊക്കെ ഉണ്ട്. അതിനകത്ത് കുറേ സെഷൻസ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഫ്ലെക്സിബിലിറ്റി. സെക്കൻഡ്, വാട്ട് ഈസ് വൈഡർ സ്കോപ്പ്. ദാറ്റ് ഈസ് ന്യൂ ലെജിസ്ലേഷൻ. ദാറ്റ് ഈസ് 2013 ആക്ടിനനുസരിച്ച് വി ഹാവ് എ വൈഡർ സ്കോപ്പ് ദാൻ ദ 56 ആക്ട്. 1956 ആക്ടിനേക്കാളും കുറച്ച് വൈഡർ സ്കോപ്പാണ്. This covers the companies, body corporate, statutory entities and created under other legislations. കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസ് ആണെങ്കിലും ബോഡി കോർപ്പറേഷൻസും സ്റ്റാറ്റുറ്ററി എൻറ്റിറ്റീസും എല്ലാത്തിലേക്കും ഇപ്പോൾ ഈ 2013 കമ്പനി ആക്ട് പ്രാക്ടിക്കബിൾ ആണ്. നോർമൽ കമ്പനികൾ മാത്രമല്ല, സ്റ്റാറ്റുറ്ററി ഓർഗനൈസേഷൻ ലൈക്ക് ദ സെബി, പിന്നെ IRDAI, അവിടെയൊക്കെ ഇപ്പം കമ്പനീസ് ആക്ട് ഓഫ് 2013 പ്രാക്ടിക്കബിൾ ആണ് എന്നതാണ് 2013 വ്യത്യാസമായിട്ട് വന്നത്, ഒരു ഫീച്ചറായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ 1956 എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കൺസെപ്റ്റ് ആയിരുന്നു, എല്ലാത്തിനും എല്ലാ സ്റ്റെപ്പിനും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം എന്ന രീതിയിലായിരുന്നു. പക്ഷേ ന്യൂ ലെജിസ്ലേഷൻ അനുസരിച്ച് കുറേ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നില്ല. അപ്പോൾ ഓട്ടോണമി കുറച്ച് കുറഞ്ഞു. കുറച്ച് കമ്പനികൾക്ക് മാത്രമേ ഓട്ടോണമി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ലിബറൽ അഡ്മിനിസ്ട്രേഷനും വന്നിട്ടുണ്ട് ഇൻ കേസ് ഓഫ് ദ ന്യൂ കമ്പനി ആക്ട് ഓഫ് 2013. നെക്സ്റ്റ് വൺ സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. പക്ഷേ ലിബറലാക്കിയെങ്കിലും വയലേറ്റ് ചെയ്താൽ, നമ്മൾ പറഞ്ഞിരിക്കുന്ന നോംസ് ഇച്ചിരി സോൾവ് ആക്കി, ഇച്ചിരി സിമ്പിളാക്കി, പക്ഷേ ഇഫ് യു ആർ വയലേറ്റിംഗ് ദ ഗ്രാൻഡഡ് നോംസ് ദെൻ ദ പണിഷ്മെൻറ്റ് വിൽ ബി സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ആസ് പെർ ദി കമ്പനി ആക്ട് 2013. Then strong administrative framework we have having for civil and criminal law ഉണ്ട് നമുക്ക്, അല്ലേ? കമ്പനി ആക്ടിൽ തന്നെ ക്രിമിനലും സിവിൽ ആയിട്ടുള്ള പല ലോസ് ഉണ്ടാവും. ഇത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തായാലും പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ പണിഷ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് റിസോൾവ് ചെയ്യുക, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്ന രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇൻ 2013 സിസ്റ്റം. നെക്സ്റ്റ്, സ്യൂട്ടഡ് ഫോർ ദ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ദാറ്റ് ഈസ് ഇപ്പോഴത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കൂടുതലും എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ടിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു എക്കോണമിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് വെച്ചാൽ ഗ്ലോബൽ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആക്ടിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് CSR. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈ കമ്പനി ലോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസും CSRും ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി, ഓരോ കമ്പനീസും അതിൻ്റേതായ റൂൾസ് ആൻഡ് നോംസ് എല്ലാം പാലിക്കുന്നുണ്ടോ, നമ്മൾ അൺസ്കൾപ്റ്ററസ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അൺലോഫുൾ അൺറെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഒന്നും നമ്മുടെ കമ്പനിയിൽ ചെയ്യാൻ പാടില്ല എന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക. ഏതെങ്കിലും ഒരു ബോഡി ഉണ്ടാവും, കോർപ്പറേറ്റ് ഗവേണൻസ് ബോഡി ഉണ്ടാവും, നമ്മളെ എപ്പോഴും വീക്ഷിച്ച് അവരെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും മോശമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും നമുക്ക് കമ്പനി ലോയ്ക്ക് അനുസരിച്ചുള്ള പണിഷ്മെൻറ്റ്സും നമുക്ക് കിട്ടും. അതേപോലെ CSR ആക്ടിവിറ്റി. CSR എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് നമ്മളുടെ പ്രോഫിറ്റ്, നമ്മൾ ഒരു കമ്പനി റൺ ചെയ്യുകയാണ്, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ പ്രോഫിറ്റിൻ്റെ 2% നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടി, നമ്മുടെ പബ്ലിക്കിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് CSRൽ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കമ്പനി ആക്ട് ഓഫ് 2013 ആഡ് ചെയ്ത് വന്ന പ്രൊവിഷൻസ് ആണ് ദ CSR ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി. സിമിലർലി ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടി. ഇപ്പോൾ RTI പോലുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എല്ലാം നമ്മുടെ കൺസ്യൂമേഴ്സിനുള്ളതാണ്. കമ്പനീസിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരം കിട്ടണമെങ്കിൽ ദേ ക്യാൻ ഇൻഫോം ത്രൂ ദ RTI ആക്ട്. ഇപ്പോൾ ഈ RTI ആക്ടിലൂടെ അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി ITയുടെ ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ മോഡേൺ കമ്പനി ആക്ട്.
സോ കമ്പനി ആക്ടിൻ്റെ സം ഓഫ് ദ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആസ് കമ്പയർഡ് ടു ദ 1956 ആക്ട്. ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ് ആസ് കമ്പയർഡ് ടു ദ 1956 ആക്ട്. ഇറ്റ് ഈസ് ഹാവിംഗ് എ ലിബറൽ അഡ്മിനിസ്ട്രേഷൻ, ബട്ട് ഈവൻ ദോ ഇറ്റ് ഈസ് ഹാവിംഗ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ, സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് is given. Then strong administrative framework is there suited. It is suited mainly for the globalized world, that is today's world അനുസരിച്ചാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. Then we have added new provisions like the corporate governance and CSR activities, and also the information technology is taken into consideration in this act. So these are the major features of the Company Act of 2013. സോ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ, നമ്മൾ കമ്പനി ഫോം ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താ? ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ അതേ ഫീച്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ദാറ്റ് ഈസ് ദ പ്രൈം മോട്ടീവ് ബിഹൈൻഡ് ദ ക്രിയേഷൻ ഓഫ് കമ്പനി ഈസ് ദ പോസിബിലിറ്റി ഓഫ് മെമ്പേഴ്സ് സെക്യൂറിങ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പം നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ ആകുമ്പോൾ എന്തായിരുന്നു സംഭവം? അങ്ങനെ നമ്മളൊരു കമ്പനിയല്ല സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ വരുന്ന എല്ലാ നഷ്ടങ്ങളും നമ്മൾ തന്നെ ബിയർ ചെയ്യേണ്ടി വരും. ആരാണോ അതിൻ്റെ പ്രൊമോട്ടർ, ആരാണോ പ്രൊപ്പറേറ്റർ, അവർ തന്നെ ഫുൾ കാര്യങ്ങൾ ബിയർ ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ഒരു കമ്പനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി മാത്രം ബിയർ ചെയ്താൽ മതി. നമ്മുടെ കമ്പനി മൊത്തം നഷ്ടത്തിൽ പോയാലും അതിൻ്റെ ഒരു ഷെയർ, നമ്മളുടെ ഷെയർ എത്രയോ അതിൻ്റെ ബാക്കിയുള്ള ഷെയർസിൻ്റെ മേലെ നമ്മൾ ലയബിലിറ്റി എടുക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പോലെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ബേസിസിന് മാത്രമേ നമ്മൾ ലയബിലിറ്റി ബിയർ ചെയ്യേണ്ടതുള്ളൂ. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ലയബിലിറ്റി ഓഫ് എ മെമ്പർ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഈസ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് ദേ ഹോൾഡ്. അവർ ഹോൾഡ് ചെയ്യുന്ന അൺപെയ്ഡ് വാല്യൂ ഷെയർസിന് മാത്രമേ അവർ ഡയബിൾ ആവുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഇസ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അതേപോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവുന്നതും ഗുണമാണ്. ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ടു ദ മെമ്പേഴ്സ് ഹു ആക്ട് ബിഹൈൻഡ് എ കമ്പനി. ആ കമ്പനി നഷ്ടത്തിൽ പോയാലും അതിനൊരു ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ കേസ് ഫയൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും എന്താ സംഭവിക്കുന്നത്? ആ കേസ് പോകുന്ന അതിൻ്റെ പ്രൊമോട്ടറിൻ്റെ മേലെയോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മേലെയൊന്നുമല്ല, ജസ്റ്റ് കമ്പനിയുടെ മേലെ മാത്രമായിരിക്കും കേസ് പോകുന്നത്. അപ്പോൾ അതാണ് ഒരു സെക്കൻഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. തേർഡ് വൺ ഈസ് ദ പെർപെച്വൽ സക്സഷൻ. That is, the membership of a company may keep changing, but the company continues to exist. ഇപ്പം നമ്മൾ വേറൊരു ഫീച്ചർ പറഞ്ഞു തന്നെ, മെമ്പർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എല്ലാവരും മരിച്ചു പോയാൽ തന്നെ ആ കമ്പനി പിന്നെയും നിലനിൽക്കും, ആ കമ്പനി പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതാണ് പെർപെച്വൽ സക്സഷനിൽ പറയുന്നത്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈവറ്റ് കമ്പനീസിന് മാത്രമാണ് ചെറിയ റെസ്ട്രിക്ഷൻസ് ഉള്ളത്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതൊരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ എ പാർട്ട്ണർഷിപ്പ് ദ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ഹിസ് റൈറ്റ് ഇൻ എ കമ്പനി ടു അനദർ പേഴ്സൺ വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ കൺസെൻറ്റ് ഓഫ് എനി. ആരുടെയും സമ്മതം ഇല്ലാതെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് സമ്മതം വേണ്ട അല്ലേ. നമ്മൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ, ഇപ്പം നമ്മളൊരു 5 പാർട്ട്നേഴ്സിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചോ, അപ്പം ഒരു കമ്പനി എന്ന് തന്നെ പറയാം. അപ്പം 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, 5 പാർട്ട്നേഴ്സിന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഷെയർസ് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൽ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വി വോണ്ട് ടു ഗെറ്റ് ദ കൺസെൻറ്റ് ഫ്രം ഓൾ 5 members or 5 partners. But in case of a company, we doesn't want that because it is open for transferability of shares. Then separate property. കമ്പനിയുടെ പ്രോപ്പർട്ടിയും അതുപോലെ ആൾക്കാരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടിയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ദ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. നമ്മളവിടെ പറഞ്ഞ തന്നെ ലാസ്റ്റ് ഫീച്ചേഴ്സിൽ പറഞ്ഞ അതേ കാര്യമാണ്. കേസ് കൊടുക്കാനും കേസിൽ പെടാനും ഒക്കെ കമ്പനി മാത്രമായിരിക്കും, നമ്മളുടെ മേലെ ആയിരിക്കില്ല, ദ പ്രൊമോട്ടേഴ്സിൻ്റെ മേലെ ആയിരിക്കില്ല. ഓൺലി ദ കമ്പനി വിൽ ബി ഹാവിങ് ദ പ്രോബ്ലംസ് റിഗാർഡിങ് ദ കേസ് ആൻഡ് ഓൾ. കേസിൻ്റെ ഇഷ്യൂസ് ഒന്നും വരുമ്പോൾ അത് ഒരിക്കലും പ്രൊമോട്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, കമ്പനീനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ദ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കമ്പനീസ് ക്യാൻ ഹാവ് പ്രൊഫഷണൽ മാനേജേഴ്സ് ടു റൺ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ്, നമുക്കറിയാം ഒരു ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ആയിരിക്കും നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഓപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഒരു വോട്ടിങ്ങിലൂടെയോ എല്ലായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അവരായിരിക്കും ഫുള്ളി ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിലൊരിക്കലും വേറെ
വേറെ ആൾക്കാരൊന്നും ഇൻഡൾജ് ആവുന്നില്ല. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ് of incorporation. And the last one is opportunity to involve large number of investors. അതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു പബ്ലിക് ഓഫർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ലോക്കൽ ജനറൽ പബ്ലിക്കിനെ വരെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആക്കാനൊരു ഓപ്ഷനും കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ എന്തൊക്കെയാണ്? ലിമിറ്റഡ് ലയബിലിറ്റി, സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്, പെർപെച്വൽ സക്സഷൻ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, separate property, capacity to sue and to be sued, then professional management, opportunity to involve large number of investors. So these are the major advantages of incorporation. Okay, so ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് കണ്ടു. അപ്പം ഗുണങ്ങളാണ്. ഇങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സിനും കമ്പനിക്കും ഉണ്ടാകുന്ന കുറച്ച് പ്രിവിലേജസ്, ദ റൈറ്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നൗ വി വോണ്ട് ടു നോ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ കമ്പനി. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ്, ചില സിറ്റുവേഷൻസ് എല്ലാം അത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുക, ഒരു കമ്പനി റൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. It want to follow many rules and regulations formulated by the government. ഗവൺമെൻറ് പല രീതിയിലുള്ള റൂൾസും റെഗുലേഷൻസും നോംസും ഒക്കെ കമ്പനിയുടെ മേലെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ച് കമ്പനിക്ക് റൺ ചെയ്യാമെന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ദീസ് ആർ കോൾഡ് ദ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ്. പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് എല്ലാം ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ ഇപ്പം നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യണം അല്ലേ? കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്യുക. കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കമ്പേഴ്സം ആക്ടിവിറ്റിയാണ്. കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, നമ്മളെല്ലാവരുടെയും പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം, നമ്മൾ കുറേ ഡിക്ലറേഷൻ കൊടുക്കണം. അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, പ്രൊസീജിയറൽ ഫോർമാലിറ്റി. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഒരു കമ്പനി റൺ ചെയ്യാന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് വി വോണ്ട് ടു സെൻഡ് നോട്ടീസ്, വി വോണ്ട് ടു സെൻഡ് ദ ആനുവൽ റിപ്പോർട്ട്സ്, വി വോണ്ട് ടു കണ്ടക്ട് മീറ്റിംഗ്സ്, ദെൻ വി വോണ്ട് ടു കംപ്ലൈ വിത്ത് ദ ലോസ് ഫോംഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് പറയുന്ന ലോസും നമ്മൾ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം, പല കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. അതെല്ലാം കൊണ്ട് റണ്ണിങ് എ കമ്പനി വിൽ ബി വെരി എക്സ്പെൻസീവ്. ദെൻ തേർഡ് വൺ ഇസ് ദ കമ്പനി ഈസ് നോട്ട് എ സിറ്റിസൺ. കമ്പനി ഒരു സിറ്റിസൺ ആവുന്നില്ല. That is, an incorporated company does not get the status of a citizen under the provisions of Citizenship Act or the Constitution. So it has to be noted that the fundamental rights guaranteed by the Constitution is available only to the citizens. അപ്പം നമ്മളുടെ കമ്പനിക്ക് എല്ലാ റൈറ്റ്സ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നുള്ളൂ. ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിറ്റിസണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിന് കിട്ടുന്ന കുറേ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു അസംബിൾ, റൈറ്റ് ടു ഫ്രീഡം. അങ്ങനെയുള്ള ഒരു ഫ്രീഡവും റൈറ്റ്സും ഒന്നും നമ്മളുടെ കമ്പനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് എ തേർഡ് ഡിസഡ്വാൻറ്റേജസ്. That is, company is not considered to be a citizen of India. So it doesn't enjoy the rights given in the Constitution. Then the fourth one is lifting the corporate veil. That is, the advantage of incorporation will not available in few situations where the company veil may be lifted. In such situation, the person who is responsible may have to incur personal liability. ചില സിറ്റുവേഷൻസിലൊന്നും കമ്പനിക്ക് മുഴുവൻ ബാധ്യതകളൊന്നും ഏൽക്കാൻ പറ്റില്ല. ഇൻ ദാറ്റ് കേസ് എന്ത് സംഭവിക്കും? ദ പേഴ്സൺ ആയിരിക്കും ആ കമ്പനിയുടെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ലയബിലിറ്റി മൊത്തം ബിയർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ corporate scam. That is, there are several instances where promoters float companies with the intention of cheating the innocent public. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും ഷെയർസ് വാങ്ങി പെട്ടെന്ന് കമ്പനി പൂട്ടിപ്പോകുന്ന കാണാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. എന്നുവെച്ചാൽ കോർപ്പറേറ്റ് സ്കാംസ് ഉണ്ടാവും. കോർപ്പറേറ്റ് ഇപ്പോൾ കിങ്ഫിഷർ പോലെയുള്ള കോർപ്പറേറ്റ്സ് എല്ലാം ചെയ്തിരുന്ന വിജയ് മല്യയൊക്കെ ചെയ്ത ഒരു കോർപ്പറേറ്റ് സ്കാമാണ്. അവർ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള സ്കാംസ് നടത്തി അല്ലേ? അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സോ today we have discussed yesterday we have discussed what is company. Today we have discussed what are the major characteristics of the company, what are the features of the Companies Act, what are the advantages and what are the disadvantages of a company. Okay, so next day we will be dealing with what are the major classification. കമ്പനിയെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പല ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ, ഓൺ ദ ബേസ് ഓഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ദെൻ ഓൺ ദ ബേസ് ഓഫ് ദ
ഓണർഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് ദ സൈസ് എക്സെട്ര. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.